ഒന്നാമത്തെ ചോദ്യം ദശാംശവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. 172.23 മൈനസ് എക്സ് സമം 63.82 പ്ലസ് 22 ആയാൽ എക്സ് എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കാം. നമ്മൾ എന്താ എപ്പോഴും ചെയ്യേണ്ടത്? നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഏതെങ്കിലും ഒരു വേരിയബിൾ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ചരത്തിന്റെ വില കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ആ ചരം മാത്രം സമത്തിന്റെ ഒരു സൈഡിൽ വരണം, ഒരു ഈക്വലിന്റെ ഒരു സൈഡിൽ ആ ചരം മാത്രമാവണം, ബാക്കി എല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. മീൻസ് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 5 എന്ന് നമ്മൾ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എക്സിന്റെ വില 5 ആണെന്നുള്ളത്. എന്തുകൊണ്ടത്? ഒരിക്കലും 2x ഈസ് ഈക്വൽ ടു 5 എന്ന് കിടന്നാൽ നമുക്ക് പറയാൻ പറ്റില്ല എക്സിന്റെ വില 5 ആണെന്ന് പറയാൻ പറ്റില്ല. അതായത് എക്സ് മാത്രം നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് മാത്രം ഒരു സൈഡിൽ വന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ വില എന്ന് പറയാൻ പറ്റുള്ളൂ, ആ ചരത്തിന്റെ വിലയാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഏതെങ്കിലും ഒരു സൈഡിൽ ഇവിടെ തന്നെ വരണമെന്നില്ല, നമുക്ക് തിരിച്ചു വന്നാലും മതി, 5 സമം എക്സ് എന്ന് കിട്ടിയാലും മതി. അപ്പോൾ ഒന്നുകിൽ ഈക്വലിന്റെ ലെഫ്റ്റ് സൈഡിൽ ആ വേരിയബിൾ കിട്ടണം, അല്ലെങ്കിൽ ഈക്വലിന്റെ റൈറ്റ് സൈഡിൽ ആ വേരിയബിൾ കിട്ടണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ വിലയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ഒരു എക്സ് കിടക്കുന്ന വേരിയബിൾ അല്ലെങ്കിൽ ചരം ഏതാണ് അതിനെ ഒരു സൈഡിൽ വയ്ക്കുക, ബാക്കി എല്ലാത്തിനെയും ഈക്വൽ സൈഡിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അതിൽ കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വെക്കേണ്ടതുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതി വെക്കാം. എന്താ പറയുന്നത്? 172.23 മൈനസ് എക്സ് സമം 63.82 പ്ലസ് 22. അപ്പോൾ നമുക്ക് എന്താ വേണം? നമുക്ക് എക്സ് ആണ് വേണ്ടത്. അപ്പോൾ എക്സ് മാത്രം ഒരു സൈഡിൽ കിടന്നിട്ട് ബാക്കി എല്ലാം അപ്പുറത്തേക്ക് പോകണം. അപ്പോൾ ഇതാണ് എൻ്റെ പരിപാടി. നമുക്ക് നോക്കാം. അത് നമുക്ക് റൈറ്റ് സൈഡ് കൂട്ടാൻ പറ്റുന്ന സംഖ്യകളാണ് കിടക്കുന്നത്. ഇത് കൂട്ടാൻ പറ്റുന്ന സംഖ്യകളാണ് കിടക്കുന്നത്. നമുക്ക് അതൊന്ന് കൂട്ടാം, ബാക്കിയൊക്കെ നമുക്ക് അതുപോലെ എഴുതാം. ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തതിന് ശേഷം ബാക്കിയെല്ലാം അതുപോലെ വെക്കുക. ഇത് കൂട്ടുക, ദശാംശം കൂട്ടാൻ അറിയാം. നമുക്കിത് 85.82 കിട്ടും. എങ്കിലും നമുക്ക് കൂട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടാം. എങ്ങനെയാണ്? 63.82 പ്ലസ് എങ്ങനെയാ കൂട്ടുക? ഇവിടെ ദശാംശം ഇല്ല, പൂർണ്ണസംഖ്യ കിടക്കുന്നത്. അപ്പോൾ ആ പൂർണ്ണസംഖ്യ ഇവിടെ കൊടുക്കും, ദശാംശം 00. അവിടെ ദശാംശം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇതൊക്കെ അറിയാമായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. 2, 8, 5, 8 85.82. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഒന്നുകിൽ ഈ സാധനം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഇതിന് റൈറ്റ് സൈഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് എക്സ് വേണം. അപ്പോൾ നമുക്ക് എക്സിനോടൊപ്പം കിടക്കുന്ന ബാക്കി എല്ലാ സംഗതികളെയും ആ സൈഡിലേക്ക് കൊണ്ടുപോകണം. പക്ഷേ ഇവിടെ മൈനസ് എക്സ് ആണ് കിടക്കുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ ഈ മൈനസ് എക്സിന് അവിടെ കൊണ്ടുപോകാം, പോസിറ്റീവ് എക്സ് ആക്കാൻ വേണ്ടി. ചിലപ്പോൾ അത് കൺഫ്യൂഷൻ വരും. ഞാൻ ഇതിനെ അങ്ങ് കൊണ്ടുപോകണം, എല്ലാം നമുക്ക് ഒരേ മെത്തേഡിൽ തന്നെ പഠിക്കാം. ഞാൻ ഇതിനെ കൊണ്ടുപോകാണ്. എന്താ പരിപാടി? മൈനസ് എക്സ് സമം, കാര്യം ഇവിടെ മൈനസ്, ഇതൊക്കെ നമ്മൾ തെറ്റിക്കുന്ന കാര്യമാണ് കേട്ടോ. നമ്മൾ ഈ ചിഹ്നം നമുക്കറിയാം, ഒരു സംഖ്യയുടെ മുന്നിൽ കിടക്കുന്നതാണ് അതിന്റെ ചിഹ്നം എന്ന് നമുക്കറിയാം. പിന്നെ സൈൻ അതിന്റെ ഫ്രണ്ടിലുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ 172.23 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഈ മൈനസ് ശ്രദ്ധിച്ചായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പുറത്ത് പോയി പ്ലസ് ആക്കി എഴുതും 1. ഇനി അങ്ങനെ ഒന്നും ചെയ്തില്ല, നമ്മൾ ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ കൊണ്ടുപോയാൽ പോലും നമ്മൾ ശ്രദ്ധിക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ മൈനസ് എക്സ് എഴുതാൻ നമ്മൾ മറന്നു പോകും, നമ്മൾ എക്സ് എന്ന് എഴുതി വെക്കും. നമ്മൾ ഈ മൈനസിനെ അങ്ങ് വിട്ടുപോകും. അപ്പം അങ്ങനെ ഒന്നും ചെയ്ത് അതൊക്കെ തെറ്റാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ അവിടെ ഉള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക, അവിടെ ഉള്ള സാധനം അതുപോലെ എഴുതിയതിന് ശേഷം മാത്രമേ ഇവിടെ ഉള്ളതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. അല്ലാതെ ഇത് കൊണ്ടുപോയി ആദ്യം അവിടെ എഴുതരുത്. അപ്പോൾ എപ്പോഴും അവിടെ ഉള്ളത് എഴുതുക, എന്നിട്ട് വരുന്ന ആളിനെ എഴുതുക. എന്താ പറയുന്നത്? മൈനസ് 172.2. എന്തുകൊണ്ടാണ് മൈനസ് ആയേ? ഇവിടെ 172.23 സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആണ്. ആ പ്ലസ് സൈൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ, സമത്തിനപ്പുറം പോകുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും, സൈൻ മാറും. ഇവിടെയുള്ള പ്ലസ് സാധനം അവിടെ ഇപ്പോൾ മൈനസ് ആയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൈനസ് എക്സ് സമം, ഇത് നമുക്കിത് കുറയ്ക്കാം. ഇതെന്താ പ്രത്യേകത? ഇവിടെയുള്ള പ്രത്യേകത, ഇത് പോസിറ്റീവ് സംഖ്യയാണ്, ഇത് നെഗറ്റീവ് സംഖ്യയാണ്. ഇപ്പോൾ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങൾ. നമ്മൾ എന്താ ചെയ്യുക? വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കും. കാര്യം ഒരിക്കലും ഇത് ചെറിയ നമ്പർ വലിയ നമ്പറാണ്, ഇത് കുറയ്ക്കാൻ പറ്റില്ല. വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കും. നമുക്ക് ആദ്യം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. 172.23. ഇനി എങ്ങനെ എഴുതുക? നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതി വരും. 2, 8 ദശാംശം, ദെൻ 5, 8. നോക്കാം. 1, 12 കടമെടുക്കുന്നത് 12 8 കുറയ്ക്കുമ്പോൾ ഈ ദശാംശത്തിന് ഇപ്പുറത്ത് കടമെടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. അവിടെ നിന്ന് ബോർ ചെയ്യാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 12 8 കുറച്ചാൽ 4. ഇനി ഇവിടെ 1 ഉള്ളൂ, ഇവിടെ കടമെടുക്കും. 11 - 5 എന്ന് പറയുന്നത് 6. ദെൻ ഇവിടെ വരുന്നത് ഇനി എന്താണ്? ഇവിടെ നമ്മൾ ബോറോ ചെയ്തു, ഇവിടെ 6 ഉള്ളൂ. അപ്പോൾ 16 - 8 86.41 നമുക്ക് കിട്ടും. പക്ഷേ വലുതിൻ്റെ ചിഹ്നമാണ് കൊടുക്കേണ്ടത്. സോ മൈനസ് സൈൻ കൂടെ നമ്മൾ കൊടുക്കും. ഇനി അപ്പുറം ഇപ്പുറം മൈനസ് ഉള്ളത് കൊണ്ട് നമുക്ക് മൈനസ് ക്യാൻസൽ കളയാം. 86.41 എന്ന് നമുക്ക് 86.40 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 86.40 എന്ന് നമുക്ക് പറയാം. എവിടെയെങ്കിലും നമ്മൾ മൈനസ് ചെയ്തതിലോ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ എവിടെയെങ്കിലും സം ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒന്നും നോക്കുക. ചിലപ്പോൾ എവിടെയെങ്കിലും നമ്മൾ സം ചെയ്തതിനകത്തൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവാം. എനിവേ നോക്കിക്കോളാം. എന്തെങ്കിലും പ്രശ്നം വന്നു. കാര്യം 86.41 നമുക്ക് കിട്ടിയിരിക്കുന്നത് 86.40 എന്നൊരു ആൻസർ ആണ്. അപ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ 86.40 ആണ്.
ചിലപ്പോൾ എവിടെയെങ്കിലും ചിലപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ അതുങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. എവിടെയെങ്കിലും എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടായോ എന്ന് മാത്രം നോക്കുക. ശരി, അപ്പോൾ ഇതിങ്ങനെയാണ് മെത്തേഡ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇപ്പോഴും നമുക്ക് വേരിയബിൾ വേണമെങ്കിൽ അതൊരു സൈഡിൽ വയ്ക്കുക, ഇതിന് ബാക്കി മാത്രം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി ശ്രമിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ചോദ്യം വരാം. എന്താ പറയുന്നത്? 20 പ്ലസ് 8 ഇൻറ്റു 0.5 ബൈ 20 മൈനസ് എക്സ് സമം 12. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ബോട്ട് മാസ് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഇതിനകത്ത് ഫ്രാക്ഷൻ്റെ ഡിവിഷൻ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ നോക്കാം. നമുക്ക് ഇപ്പോൾ ന്യൂമറേറ്ററിലേക്ക് ഞാൻ വരികയാണ്. മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താ പ്രത്യേകത? അവിടെ 20 പ്ലസ് ഉണ്ട്, 8 ഉണ്ട്, ഇൻറ്റു ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഏതാ ചെയ്യുക? ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 20 പ്ലസ് 8 ഇൻറ്റു 0.5. നമ്മൾ എങ്ങനെ ഈ ദശാംശം ഗുണിക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യും? ദശാംശം അങ്ങ് മാറ്റും. അപ്പോൾ എത്രയാണ്? 5 ആയി. 5 ഗുണം 8 എത്രയാ? 5 ഗുണം 8 40. ഇനി ഒരു ദശാംശം ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് ദശാംശം നോക്കുന്ന ഒരു ദശാംശം ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ദശാംശം കുത്തു കൊടുക്കും. അപ്പോൾ 4.0. അപ്പോൾ അങ്ങ് മാറ്റി നമുക്ക് എന്താ എഴുതാം? 4.0 4 കഴിഞ്ഞു. 4.04 ബൈ 20 മൈനസ് എക്സ് സമം 12. ഇനി നമ്മൾ കുറച്ച് പേരെങ്കിലും ഒക്കെ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ 20 വെട്ടിക്കളയും. കാര്യം മുകളിലും താഴെയും വന്നാൽ ഒരുപോലെ വന്നാൽ വെട്ടാം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിരിക്കുന്നത്. ഒരുപോലെ മുകളിലും താഴെയും വന്നാൽ വെട്ടിക്കളയാം എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലുണ്ട്. പക്ഷേ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. മുകളിലും താഴെയും ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് വെട്ടാം. 20 ഇൻറ്റു 4 ബൈ 20 ഇൻറ്റു എക്സ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വെട്ടാം. കാര്യം മിഡിലിൽ ഇൻറ്റു വന്നു കഴിഞ്ഞാൽ നമുക്ക് വെട്ടാൻ പറ്റും. പക്ഷേ പ്ലസോ മൈനസോ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെട്ടാൻ പറ്റില്ല. ശ്രദ്ധിച്ചോണം, നമുക്ക് ഒരിക്കലും വെട്ടി ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് തന്നെ ഓർത്ത് വെച്ചോളാം. ഓക്കെ, സോ നമ്മൾ അത് ചെയ്തു. ഇതൊക്കെ ചെയ്യുന്നതിന് പല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്യാം. ഞാൻ സാധാരണ രീതിയിൽ ചെയ്യാം, മറ്റൊരു രീതിയിൽ നമ്മൾ രണ്ട് രീതിയിൽ ചിന്തിക്കാൻ പറ്റും. രണ്ട് രീതിയിൽ നമുക്കൊന്ന് പറയാം. അപ്പോൾ ഇവിടെ മുകളിൽ എന്താ വരിക? 20 പ്ലസ് 4 24 ബൈ 20 മൈനസ് എക്സ് സമം 12. ഇനി ഉള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹരിച്ചിരിക്കുന്ന 20 മൈനസ് എക്സിനെ എടുത്ത് നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇവിടെ ഹരിച്ചിരിക്കുന്നത് അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ 24 സമം 12 ഇൻറ്റു 20 മൈനസ് എക്സ്. എന്തിനാണ് ഇൻറ്റു ഇടാതെ ബ്രാക്കറ്റ് കൊടുത്തതെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഇപ്പോൾ ഇവിടെ 12 കൊണ്ട് ഇതിന് 2നെയും ഗുണിക്കേണ്ട ആവശ്യം, 12 കൊണ്ട് 2നെയും ഗുണിക്കണം. അപ്പോൾ ഗുണിക്കാൻ വരുമ്പോൾ ഒന്നിൽ കൂടുതൽ ടേമുകൾ വന്നാൽ, ഒന്നിൽ കൂടുതൽ പദങ്ങൾ വന്നാൽ അവിടെ ബ്രാക്കറ്റ് കൊടുത്ത് തന്നെ എഴുതണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ 12 കൊണ്ട് 20നെ മാത്രം ഗുണിച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത് വെച്ചോ, ഇങ്ങനെയാണ് എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ 12 കൊണ്ട് 20 മാത്രം ഗുണിച്ചാൽ മതി എന്നാണ്. പക്ഷേ ഇത് 2നെയും ഗുണിക്കണം. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് കൃത്യമായും കൊടുത്തേക്ക് നമുക്ക് ചെറിയ വരുന്ന മിസ്റ്റേക്കുകൾ അത് ഗുണിക്കണമെന്നാണ്. അപ്പോൾ നമുക്കിനി നോക്കാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി അകത്തോട്ട് ഗുണിക്കാൻ നിൽക്കാതെ നമുക്ക് ഒരു മെത്തേഡ് ചെയ്യാം. അകത്തോട്ട് ഗുണിച്ചും ചെയ്യാം, അകത്തോട്ട് ഗുണിക്കാതെയും ചെയ്യാം. അകത്തോട്ട് ഗുണിക്കാതെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ എന്താ കിട്ടി? 24 സമം 12 ഇൻറ്റു 20 മൈനസ് എക്സ്. ഞാൻ ഈ 12 കൊണ്ട് ഗുണിച്ചിരിക്കുന്നില്ലേ, 12 ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്താവും? 24 ബൈ 12 സമം 20 മൈനസ് എക്സ്. 24 ബൈ 12. കാര്യം ഗുണിച്ചിരിക്കുന്ന സാധനം ഇട സൈഡിലേക്ക് വന്നപ്പോൾ ഹരിച്ചു. അപ്പോൾ 24 ബൈ 12. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പറയാം 24 ബൈ 12 എത്ര കിട്ടുക? 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 സമം 20 മൈനസ് എക്സ്. 2 സമം 20 മൈനസ് എക്സ്. ഇനി രണ്ട് രീതി ചെയ്യാം. ഒന്നുകിൽ മൈനസ് എക്സ്, നമുക്ക് ഈ മൈനസ് എക്സ് അല്ലേ കിടക്കാം, നമുക്ക് അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഒന്നുകിൽ ഇവിടേക്ക് കൊണ്ടുവരാം. എന്നിട്ട് 2നെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുവരാം. കൺഫ്യൂഷൻ ആയി പോകരുത്. അതല്ല എങ്കിൽ നമുക്ക് എക്സിനെ ഒരു സൈഡ് കിട്ടിയാൽ മതി. രണ്ട് രീതി നമുക്ക് പറയാം. അപ്പോൾ ഞാൻ മൈനസ് എക്സിനോട് വെച്ചിട്ട് 20നെയും കൊണ്ടുവരിക. കാര്യം എക്സ് ഒരു സൈഡിൽ കിട്ടിയാൽ മതി. ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. 20ന്റെ സൈൻ പ്ലസ് ആണ് എന്ന് ഓർക്കുക. 20ന്റെ സൈൻ മൈനസ് അല്ല, പ്ലസ് ആണ്. സോ ഇവിടെ 2 ഉണ്ട്. ഇവിടെ ഉള്ളതിന് ആദ്യം എഴുതുക, എന്നിട്ട് കൊണ്ടുവരിക. 20 ഇപ്പുറത്തെ കൊണ്ടുവരുമ്പോൾ എന്താവും? -20. കാര്യം 20ന്റെ സൈൻ മൈനസ് അല്ല, 20ന്റെ സൈൻ പ്ലസ് ആണ്, മുമ്പിലാണ്. സമം അവിടെ ഇനിയുള്ളത് എന്താ? മൈനസ് എക്സ് ആണുള്ളത്. വിത്ത് സൈൻ തന്നെ എഴുതുക. മൈനസ് എക്സ് ആണുള്ളത്. അപ്പോൾ 2ൽ നിന്ന് 20 കുറയ്ക്കാൻ പറ്റില്ല. 20ൽ നിന്ന് 2 കുറയ്ക്കും 18. വലുതിന്റെ സൈൻ മൈനസ് സമം മൈനസ് എക്സ്. ഇത് ക്യാൻസൽ ആയിപ്പോയി. എക്സ് സമം 18. ഇങ്ങനെ നമുക്ക് കിട്ടും. അതല്ല എങ്കിൽ ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ ഈ മൈനസ് എക്സിനെ ഇവിടേക്ക് കൊണ്ടുവരാതെ, മൈനസ് എക്സിനെ 20 കൊണ്ടുവരാതെ മൈനസ് എക്സിനെ എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഈ മൈനസ് എക്സ് മൊത്തത്തിലെടുത്ത് ഈക്വൽ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ എന്താ? അത് പ്ലസ് എക്സ് എന്ന് മാറും. പ്ലസ് എക്സ് അല്ലേ? പ്ലസ് എക്സ് എന്ന് മാറും. എന്നിട്ട് ഈ 2നെ അപ്പോൾ ഞാൻ ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. ഈ 2നെ അപ്പുറത്ത് കൊണ്ടുപോകും. അവിടെ ആരാ ഉള്ളത്? അവിടെ 20 ഉണ്ട്. +2 അപ്പുറത്ത് പോകുമ്പോൾ -2 ആയി. സോ 20 - 2 12 ഡയറക്റ്റ് കിട്ടും. ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്തും ചെയ്യാം. പക്ഷെ അത് കോംപ്ലിക്കേഷൻ ആണ് നമുക്ക് വരുന്നത്. ഞാൻ ഇതിനെ ഓപ്പൺ ചെയ്ത് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. എങ്ങനെയാണ്? 24 സമം ഇതിനകത്തൊരു ബ്രാക്കറ്റ് 2 ഗുണിക്കുക. ഈ 12 × 20, അതായത് 12 × 24 240. അടുത്ത 12 × എക്സ്. ഇവിടെ മൈനസ് എക്സ് ആയതുകൊണ്ട് -12x. അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് വരും. ഇനി നമ്മൾ 240 ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ 24 - 240. കാര്യം പ്ലസ് ഇപ്പുറത്ത് വന്നപ്പോൾ -12x അവിടെ ഉണ്ട്. ഇത് 240 24 കുറയ്ക്കുക. 240 20 കുറയ്ക്കുമ്പോൾ 220 216. സോ -216 സമം -12x. അതായത് ഈ മൈനസ് വെട്ടിപ്പോയി.
ഇനി നമുക്ക് എന്താ വേണ്ടത്? എക്സ് ആണ് വേണ്ടത്. അപ്പോൾ 12 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ ഈ 12 ഇവിടെ കൊണ്ടുവരും. അപ്പോൾ 216/12 സമം എക്സ്. കാര്യം ഗുണിച്ചിരിക്കുന്ന 12 ഇവിടേക്ക് വരുമ്പോൾ ഹരിക്കും. ഇത് ക്യാൻസൽ ചെയ്യാം നമുക്ക്. ഒരു 12 ദെൻ 96 നമുക്ക് ഇപ്പോൾ 18 8 2 8 12 96. സോ ആൻസർ 12 കിട്ടും. പക്ഷേ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ സിമ്പിളായിട്ട് തോന്നുന്നത് അത് ചൂസ് ചെയ്യുക. കുറച്ച് ഡിഫിക്കൽട്ടായിട്ടൊക്കെ ഫീൽ ചെയ്യാം, നമുക്ക് ചോദിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ കൂടി നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. മൂന്നാമത്തെ ചോദ്യം, 200/x സമം 4 ഇൻറ്റു 2 സമം 1 എക്സ് എന്ത് എന്നുള്ളതാണ് ചോദ്യം. നോക്കാം നമുക്ക്. 200/x താഴെ 4 ഗുണം 2 ഞാൻ എന്ത് എഴുതാണ്? 8 എന്ന് എഴുതാണ്. സമം 1. 8 എന്ന് എഴുതാതെ നമുക്ക് ചെയ്യാം, എങ്കിലും കുഴപ്പമില്ല, ഇവിടെ പ്രശ്നമൊന്നുമില്ല. 1 നമ്മളെടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹരിച്ചിരിക്കുന്ന 8നെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. ഹരിച്ചിരിക്കുന്ന 8നെ എടുത്ത് അവിടെ കൊണ്ടുപോകും. കാര്യം നമുക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? നമുക്ക് എക്സ് മാത്രം, എക്സാ കണ്ടുപിടിക്കേണ്ടത്, എക്സ് മാത്രം ഒരു സൈഡ് വരണം. അപ്പോൾ ബാക്കി എല്ലാം നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഹരിച്ചിരിക്കുന്ന സാധനത്തെ കൊണ്ടുപോവാണ് 8നെ. കാര്യം ബാക്കി എക്സ് കൂടെ വരണം നമുക്ക്, ബാക്കി എല്ലാം അപ്പുറത്തേക്ക് പോട്ടെ. അപ്പോൾ ബാക്കി ഇവിടെ എന്തുണ്ട്? 200/x. ആ 200 തൽക്കാലം നമുക്ക് ഇങ്ങനെ എഴുതാം. 200/x സമം ഈ 8നെ ഞാൻ അവിടെ കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും? 8 ഗുണം 1 ഹരിച്ചിരിക്കുന്ന അപ്പുറത്തും 8 ഗുണം 1 8 ആയിട്ട് മാറും. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ഈ 200/x ഇങ്ങനെ എഴുതുന്നത് തന്നെയാണ്. ഇതെന്ന് പറയുന്നത് 200/x സമം 8 ഇങ്ങനെ എഴുതാം. 200/x 200/x എന്ന് എഴുതാലോ. ഇനി നമുക്ക് x വേണം. നമുക്ക് x വേണമെങ്കിൽ ബാക്കിയുള്ള 200നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാം. പക്ഷേ ഇങ്ങനെ ഹരിച്ചിരിക്കുന്ന സിറ്റുവേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ താഴെ ഉള്ളതിനെ അപ്പുറത്ത് കൊണ്ടുപോയി ശീലിക്കാം. അതായിരിക്കും നല്ലത്. സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ള അങ്ങനെയല്ല, എക്സിനെ അവിടെ വെച്ചിട്ട് ബാക്കി എല്ലാം അപ്പുറത്ത് കൊണ്ടുപോകാം. പക്ഷെ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. കാര്യം എക്സ് താഴെ കിടക്കുന്നത് കൊണ്ട്, ഇപ്പോൾ എക്സ് മുകളിലും 200 താഴെയാണെങ്കിൽ നമുക്ക് 200ന്റെ അടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകാം. എക്സിന്റെ ആൻസർ ഡയറക്റ്റ് കിട്ടും. ഇത് എക്സ് താഴെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സിനെ അപ്പുറത്ത് കൊണ്ട് എടുത്ത് അവിടെ കൊണ്ടുപോകാം. ഹരിച്ചിരിക്കുന്ന സംഖ്യ എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകും. എപ്പോഴും നമ്മൾ അതാ ചെയ്യുന്നത്. ഇവിടെ താഴെയുള്ള ഹരിച്ചിരിക്കുന്നതിന് അപ്പുറത്ത് കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹരിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെ അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ എന്ത് കിട്ടും? 200 സമം എക്സ് അപ്പുറത്തും എന്താവും? എക്സ് ഗുണം 8. സോ 8x. ഇനി നമുക്ക് എക്സ് അല്ലേ ആവശ്യം? എക്സ് ആവശ്യമെങ്കിൽ എക്സിനോടൊപ്പം കിടക്കുന്ന ആരാ? 8 ആണ്. 8നെ മാറ്റിയാൽ പോരെ. മാറ്റുക മീൻസ് എടുത്ത് പൊക്കി ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ പോരെ. അപ്പോൾ 8 ഇൻറ്റു എക്സ് ആയതുകൊണ്ട് അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ 8 ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്ന 8 ഇവിടേക്ക് വരുമ്പോൾ ഡിവൈഡ് ചെയ്യും. സോ 200/8 സമം എത്രയാ? എക്സ്. കാര്യം ഇവിടെ ഇനി എക്സേ ഉള്ളൂ. കാര്യം 8 നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാൻ പോകണം. നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 2 8 16 40 5 8 40. സോ നമുക്ക് എന്ത് ചെയ്യും? എക്സ് സമം 25 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷനകത്തുണ്ട്. സോ 25 ആണ് ആൻസർ. ഈ ക്യാൻസലേഷൻ പഠിക്കുക. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന ഡൗട്ടുകൾ വരും, തീർച്ചയായിട്ടും ചോദിക്കാൻ മുമ്പോട്ട് വരുത്. ക്ലിയർ ചെയ്യാൻ ഭയങ്കര എളുപ്പമുള്ള സംഭവം. അപ്പോൾ അതുകൊണ്ട് ഡൗട്ട് ഉണ്ടാക്കി വെച്ച് മുന്നോട്ട് പോകരുത്, തീർച്ചയായിട്ടും ചോദിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതായിരുന്നു മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം ഇതേ പാറ്റേണിൽ വരെ നാലാമത്തെ ചോദ്യം. നമുക്ക് ആ ചോദ്യം എടുക്കാം. എന്താ ചെയ്യാം? നമുക്ക് ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 25/18 സമം x/54 ഇൻറ്റു 5. അപ്പോൾ എക്സിനെ അവിടെ വയ്ക്കുക, ബാക്കി എല്ലാം ഇടത് സൈഡിലേക്ക് കൊണ്ടുവരിക. എക്സിനെ അവിടെ വയ്ക്കണം, ബാക്കി എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാണ്. ഇവിടെ ഉള്ളത് എന്താ? 25/18 ഇവിടെ ഉണ്ട്. നമുക്ക് എല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഈ 54 ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഗുണിച്ചിരിക്കുകയാണ്. ഹരിച്ചിരിക്കുകയാണ്. ഛേദത്തിൽ കിടക്കുക, ഹരിച്ചിരിക്കുകയാണ്. അത് ഇവിടേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഗുണിക്കും. അത് സംശയമൊന്നുമില്ല, അത് ഇവിടേക്ക് വരുമ്പോൾ ഗുണിക്കും. ഇനി 5 ഇവിടെ കിടക്കുക, ഗുണിച്ചിരിക്കുകയാണ്. അത് ഇവിടേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഹരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിനെയും ബാക്കി ഇനി അവിടെ എന്താ ഉള്ളത്? എക്സ് മാത്രം. ബാക്കി എല്ലാം നമ്മൾ കൊണ്ടുവന്നു. ഹരിച്ചിരിക്കുന്ന 54 വരുമ്പോൾ ഗുണിക്കും, ഗുണിച്ചിരിക്കുന്ന 5 വരുമ്പോൾ താഴെ പോകും. സിമ്പിളാണ് പരിപാടി, ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടിനെ ചോദിക്കുക. 54 ഇവിടെ വന്നു, അടുത്ത് ഇവിടെ കൊണ്ടുവന്നു, അപ്പോൾ ഗുണിച്ചു. ഹരിച്ചിരിക്കുന്ന 54 ഗുണിച്ചു, ഗുണിച്ചിരിക്കുന്ന 5 താഴെ പോയി. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാം. 5 25 ക്യാൻസൽ ചെയ്യാം. 5 5 25. മുകളിലും താഴെ ഉള്ളതേ ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ. 18 54, 3 18 54. അപ്പോൾ എന്ത്? 5 ഗുണം 3 15. അപ്പോൾ എക്സ് സമം നമുക്ക് എത്ര കിട്ടും? 15 എന്ന് കിട്ടും. എക്സ് സമം 15. ഇപ്പോൾ സംഭവം എളുപ്പമാണ്, പക്ഷെ ആ ഒരു ലോജിക്ക് കിട്ടിയില്ല എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്. ശരി, അടുത്തൊരു ചോദ്യം. വളരെ ലെങ്തി ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കുക, ഇതെല്ലാം എടുത്ത് ഇപ്പുറത്ത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള അങ്ങനെയാണ്. എക്സ് അവിടെ വയ്ക്കുക, ബാക്കി എല്ലാം ഇപ്പുറത്ത് കൊണ്ടുവരാം. നമുക്കൊന്ന് ഇപ്പുറത്ത് കൊണ്ടുവരാം. എന്തിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എക്സ് അവിടെ വച്ചു, ഞാൻ ബാക്കി എല്ലാം ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എക്സ് സമം എന്തുണ്ട്? റൈറ്റ് സൈഡിലുള്ള വച്ചതിന് ശേഷം മാത്രമേ അതിനെ കൊണ്ടുവരാൻ പാടുള്ളൂ. ഇവിടെ ആരുണ്ട്? 1 അവിടെ ഉണ്ട്. 1 അവിടെ വച്ചു. ഞാൻ 1/2 കൊണ്ടുവരുമ്പോൾ പ്ലസ് 1/2 വരുമ്പോൾ -1/2, അടുത്തത് -1/4, അടുത്തത് -1/8, അടുത്തത് -1/16, അടുത്തത് -1/32, അടുത്തത് -1/64, അടുത്തത് -1/128. ഇങ്ങനെയാണ് വരുന്നത്. ഞാനിത് നിരത്തി എഴുതാം. നോക്കാം നമുക്ക്. എക്സ് സമം 1 - 1/2 - 1/4 - 1/8 - 1/16 - 1/32 - 1/32 - 1/64 - 1/128.
ഇതാണ് ചോദ്യം. ഇങ്ങനത്തെ ചോദ്യം നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ യഥാർത്ഥ മെത്തേഡ് ചെയ്യണമെങ്കിൽ എല്ലാത്തിൻ്റെ LCM എടുക്കുക. LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് വേണം ചെയ്യാൻ. പക്ഷേ ഇതുപോലെ ചോദ്യം ഏതുപോലെ എന്ന് ചോദിച്ചാൽ ആദ്യം ഒരു 1 വരികയും ബാക്കി എല്ലാ സൈനുകൾ മൈനസ് ആവുകയും ചെയ്താൽ, ആദ്യം ഒരു +1 വരികയും ബാക്കി എല്ലാം മൈനസ് ആവുകയും ചെയ്താൽ, അതിനുശേഷം നോക്കിയേ ഛേദങ്ങൾ നോക്കിയേ 2, 4, 8. ഇതിന്റെ പ്രത്യേകത എന്താ? 2 വീതം ഗുണിച്ചു പോയിരിക്കുകയാണ്. 2 2 കൊണ്ട് 4, 4 കൊണ്ട് 2 8, 8 കൊണ്ട് 2 16, 16 2 32, 32 2 64, 62 128. 2 വീതം ഗുണിച്ചു പോകുക, അല്ലെങ്കിൽ താഴെ ഇങ്ങനെ വന്ന് 2^1, 2^2, 2^3, 2^4, 2^5 ഇങ്ങനെയാണ് പോകുന്നതെങ്കിലോ, ഈ ഒരു പാറ്റേണിലാണ് പോകുന്നതെങ്കിൽ, അപ്പോൾ ആദ്യം ഒരു +1 ഉണ്ടാവണം, പിന്നെ എല്ലാം മൈനസ് ആയിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? അങ്ങനെ മൈനസ് വരികയും പിന്നെ ഛേദങ്ങളെല്ലാം 2ന്റെ ഗുണിതങ്ങളും ആവുകയും ചെയ്താൽ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈ അവസാനം വരുന്ന പോർഷൻ ആയിരിക്കും. 1/128 ചെയ്യേണ്ട കാര്യമില്ല. 1 - 1/2 - 1/4 - 1/8 ഇതിന്റെ ആൻസർ 1/8 എന്നായിരിക്കും. ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എളുപ്പ വഴിയാണ്. അപ്പോൾ ഇത് ഒരുപക്ഷെ ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ ചെയ്യുമായിരിക്കും. പക്ഷെ ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല ഈ സാധനം ഇതാണെന്നുള്ളത്. അപ്പോൾ എടുത്ത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാം ഇപ്പുറത്തേക്ക് പോവുക. ഇപ്പുറത്തേക്ക് കൊണ്ട് എഴുതുമ്പോൾ നമുക്കിത് പരിചയമുള്ള ചോദ്യമാണെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് കാര്യം നമുക്ക് മനസ്സിലാവും. അടുത്ത നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 6ാമത്തെ ചോദ്യം എന്താ ചോദ്യം? 1/x + 1/2x + 1/4x സമം 1 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ x എന്നാണ് ചോദ്യം. നമുക്കിത് x ഒക്കെ ഇട്ട് ചെയ്യാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് എക്സിനേക്ക് പുറത്തെടുക്കാം. ശ്രദ്ധിക്കുക, എക്സ് എപ്പോഴും കിടക്കുന്ന ഛേദത്തിലാണ്. അപ്പോൾ ഛേദത്തിൽ കിടക്കുന്ന എക്സിനെ നമ്മൾ പുറത്തെടുക്കുന്നത് ആലോചിക്കുക. ഞാൻ ഛേദത്തിൽ കിടക്കുന്ന എക്സിനെ പുറത്തെടുക്കുകയാണ്. അപ്പോൾ എക്സ് പുറത്തെടുക്കുമ്പോൾ അത് എവിടെയായിരിക്കും വരുന്നത്? ഇത് എല്ലാത്തിനും എക്സിനെ ഞാൻ കോമൺ എടുക്കുമ്പോൾ ഇപ്പോൾ എക്സ് ഒക്കെ മുകളിലാണെങ്കിൽ x ഇൻറ്റു എന്ന് വരും. ഇവിടെ എക്സ് എല്ലാം താഴെ ആയതുകൊണ്ട് 1/x എന്നായിരിക്കും വരുന്നത്. 1/x എന്നേ വരുള്ളൂ. ശ്രദ്ധിക്കുക, 1/x. കാര്യം ഛേദത്തിൽ നിന്നാണ് എക്സ് എടുക്കുന്നത്. നമുക്കിത് മനസ്സിലായെങ്കിൽ നമുക്ക് അല്ലാത്ത മെത്തേഡിലും പറയാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അല്ലാതെയും ചെയ്യാം. LCM എടുത്ത് അല്ലാതെ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. പോട്ടെ, 1/x നിങ്ങൾ പുറത്തെടുത്താൽ ഇവിടെ നിന്ന് x ഞാൻ പുറത്തെടുത്തു, ബാക്കി എന്തുവരും? 1/1. x എന്ന് ഞാൻ പുറത്തെടുത്താൽ 1/1. 1 എഴുതിയാൽ മതി, എങ്കിലും പോട്ടെ, സാരമില്ല. ഇവിടെ ഞാൻ x എടുത്താൽ ബാക്കി 1/2. ഇവിടെ x എടുത്താൽ ബാക്കി 1/4 സമം 1. അപ്പോൾ എല്ലാവർക്കും സംശയം വരാൻ ഒരു കാര്യം ഇതായിരിക്കും, എങ്ങനെ 1/x വന്നു എന്നുള്ളതാണ്. കാര്യം x ഛേദത്തിലാണ് കിടക്കുന്നത്, ന്യൂമറേറ്ററിലാണ്, അംശത്തിലാണ് കിടന്നതെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ x ഇൻറ്റു എന്നേ വരുള്ളൂ. പക്ഷേ ഛേദത്തിൽ കിടന്നാൽ എടുക്കുമ്പോൾ താഴെയാണ്, ഛേദത്തിലാണ് പിന്നെയും കിടക്കേണ്ടത്. എടുത്ത് പുറത്ത് കൊണ്ടുവരുമ്പോഴും അത് ഛേദത്തിൽ തന്നെ കിടക്കണം. അതുകൊണ്ട് നമ്മൾ 1/x എന്ന് കൊടുക്കും. അതാണ് സംഭവം. ശരി, ഇപ്പോൾ നമുക്ക് നോക്കാം. ഈ 1/1 എന്ന് പറഞ്ഞാൽ ഞാൻ 1 എഴുതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം. ഇതെന്താ? അരയും കാലുമാണ്. അരയും കാലും മുക്കാലാണ്. നമുക്ക് അര + കാല് എന്ന് പറഞ്ഞാൽ മുക്കാലാണ്. സോ 1/x ഇൻറ്റു മുക്കാൽ, അര + കാല് മുക്കാല്, മുക്കാല് ഒന്നും കൂടെ ചേരുമ്പോൾ 1/4 എന്ന് കിട്ടും. 1/4 ഇതായിത്തരേ ഉള്ളൂ. എന്നെഴുതാം, വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. 1/4 എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 1. അതല്ല എങ്കിൽ പിന്നെ ക്രോസ് മൾട്ടിപ്പിൾ ഒക്കെ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് LCM ഒക്കെ എടുത്ത് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ ഇതാണ് എളുപ്പം. 1 അര 1/2, 1/4, കാലും 1/4. ഇനി 1/4 എന്ന് പറഞ്ഞാൽ എന്താ? 1/x ഇൻറ്റു 1/4 നമുക്ക് എന്ത് ചെയ്യും? ഇത് മിക്സർ ഫ്രാക്ഷൻ, മിശ്ര ഭിന്നമാണ്. നമുക്ക് ഇത് എന്ത് ചെയ്യാം? നമുക്ക് ഇത് ഇംപ്രോപ്പർ, അതായത് വിഷമ ഭിന്നത്തിലേക്ക് മാറ്റാം. എങ്ങനെയാ? 4 × 1 + 3, 4 × 1 4, 4 + 3 7, 7/, ഛേദം അതുപോലെ എഴുതും. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. എങ്ങനെയാണ്? 4 × 1 4, അതിനോടൊപ്പം 3 കൂട്ടും. 4 × 1 4, 4 + 3 7, 7/, ഛേദം അതുപോലെ 4 സമം 1. ഇനി ഇവിടെ നിന്ന് x കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. x കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് രീതി ചെയ്യാം. ഒന്നിലെ എക്സിനെ അപ്പുറത്തോണ്ട്, എക്സിന് അപ്പുറത്ത് വളരെ സിമ്പിൾ. കാര്യം നോക്കി, എക്സ് ഛേദത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഛേദത്തിലുള്ള എക്സിനെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 1 × 7/4. കാര്യം ഈ ഒന്നുകൂടെ ഉണ്ട്. 1 × 7/4. എക്സ് ഹരിച്ചിരിക്കുന്ന എക്സ് അപ്പുറത്തും എന്ത് ചെയ്യും? ഗുണിക്കും. അപ്പോൾ x × 1 x. അപ്പോൾ 1 × 7/4, 1 കൊണ്ട് ഏത് സംഖ്യ ഗുണിച്ചാൽ അത് തന്നെ കിട്ടും, 7/4. അപ്പോൾ x സമം എത്രയാ? x സമം 7/4. ഓപ്ഷൻ ഉണ്ടോ നോക്കുക. x സമം 7/4 നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഒരു മെത്തേഡ്. നമുക്ക് എന്താണ്? x കോമൺ എടുത്ത് നമുക്ക് ചെയ്യുന്ന മെത്തേഡ്. ഇനി x കോമൺ എടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, സിംപ്ലിഫൈ ചെയ്ത് ഡിനോമിനേറ്റർ LCM എടുക്കണം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ഡിനോമിനേറ്റർ LCM എങ്ങനെയാ? x 2x 4x. LCM എന്ന് പറയുമ്പോൾ ആദ്യം x കൊണ്ട് ചെയ്യുക. 1 ദെൻ ഇവിടെ 2x അത് x കൊണ്ട് ഹരിക്കുമ്പോൾ 2, ദെൻ ഇവിടെ 4. കാര്യം എല്ലാത്തിനും x കൊണ്ട് ഹരിക്കുക. x കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ x കൊണ്ട് ഹരിക്കുക. അപ്പോൾ അതിൽ x കൊണ്ട് ഹരിച്ചു. ഇനി 2 കൊണ്ട് ചെയ്യുമ്പോൾ 1 1 2. അപ്പോൾ LCM വരുന്നത് 2 കൊണ്ട് 4, 4x ആയിരിക്കും LCM വരുന്നത്. അപ്പോൾ 4x ഇട്ടിട്ട് നമ്മളിങ്ങനെ ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യുക? 4x ഇട്ടിട്ട് മുകളിൽ 1/x ഇൻറ്റു ഓരോന്നിനെ, ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ പറയുന്നത്. അടുത്തത് 1/2x ഇൻറ്റു LCM 4x,
പ്ലസ് 1/4x ഇൻറ്റു 4x സമം 1 ഇങ്ങനെയൊക്കെ എഴുതേണ്ടി വരും നമ്മൾ. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യും, ക്യാൻസലായി പോയി മുകളിൽ 4 പ്ലസ് ഇത് ക്യാൻസലായി ഇത് 2 മുകളിൽ 2 പ്ലസ് ഇത് ക്യാൻസലായി പോയി മുകളിൽ 1 ബൈ 4x സമം 1. 4 2 6 1 7 7/4x സമം 1. ഈ 4x അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ ഗുണിക്കും. 7 സമം 4 ഇൻറ്റു x 4x ഇൻറ്റു 1 4x. ഈ 4 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരിക്കും 7/4 സമം x. ഇങ്ങനെയും ചെയ്യാം. ഇത് ഞാൻ കുറച്ച് സ്പീഡിനാണ് പറഞ്ഞു പോയത്. ഇതൊരു ഡിഫിക്കൽട്ട് മെത്തേഡ് ആയതുകൊണ്ടാണ് എക്സ് ഒക്കെ വരുന്നത് ചില ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിന് പറഞ്ഞത്. പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും ഇതിൽ പെട്ടെന്ന് പറഞ്ഞു പോയി മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം, നമുക്കത് പറയാം. ഏഴാമത്തെ ചോദ്യം 3/5 മൈനസ് 1/x സമം 4/7 ആയാൽ എക്സ് എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആ ചോദ്യം ഒന്ന് എഴുതാം. എന്താ ചോദ്യം? 3/5 മൈനസ് 1/x സമം 4/7. അപ്പൊ ഇത് നമുക്ക് ഒന്നുകിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എക്സ് കണ്ടുപിടിക്കുമെങ്കിൽ എക്സിനെ മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കി എല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം, ഒരു സൈഡിലേക്ക് കൊണ്ടുപോവാം. അതല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ പോലെ -1/x വന്നാൽ ആ -1/xനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് ആ 4/7 ഇവിടേക്ക് കൊണ്ടുവരാം. പക്ഷേ നമുക്കിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാം. നമ്മൾ 1/x എക്സിന് ഇവിടെ വെച്ചതിന് ശേഷം ബാക്കി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. കാര്യം നമ്മൾ പലതിലും പല മെത്തേഡ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ആവും. ചിലർക്കൊക്കെ ഡൗട്ട് വരും, ഇതെങ്ങനെ അതിലെങ്ങനെ ഇതിലിങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ വന്നു സംശയം വരാം. അപ്പോൾ നമുക്ക് ഒരേ മെത്തേഡിനെ ഫോളോ ചെയ്യുക. അതായത് എക്സിനെ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് ബാക്കി എക്സിനോടൊപ്പം ഉള്ള എല്ലാത്തിനെയും നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. അതല്ല -1/xനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി പോസിറ്റീവ് ആക്കി 4/7 എവിടേക്ക് കൊണ്ടുവന്ന് ചെയ്യാൻ കഴിയുന്നവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരേ മെത്തേഡ് ഫോളോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാണ്. കൺഫ്യൂഷൻ വരുന്നുവെങ്കിൽ നമുക്ക് ലാസ്റ്റുമായിട്ട് ചെയ്യാം. സോ ഈ -1 ശ്രദ്ധിക്കുക, -1/x ആണ്. -1/x അവിടെ വച്ചതിന് ശേഷം ഈ 3/5നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അവിടെ ഒരു 4/7 ഉണ്ട്. അവിടെ ഉള്ളതിനെ വച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. 4/7 അവിടെ വെച്ചു. 3/5 ഞാൻ അവിടെ കൊണ്ടുപോകുമ്പോൾ -3/5 എന്നാണ് കാര്യം. ഇത് +3/5 ആണ്. അത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -3/5 ആയിട്ട് മാറും. അപ്പോൾ ഇനി നോക്കാം, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ -1/x ഉണ്ട് സമം നമുക്കിത് ക്രോസ് ചെയ്യാം. എങ്ങനെയാണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. 5 × 4 എത്രയാ? 20. ചിഹ്നം മൈനസ് കൊടുത്തു. 7 × 3 21 ബൈ ഡിവൈഡ് ബൈ എന്താ? 7 × 5 35. ഇതാണ് മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ 4 × 5 20, 7 × 3 21, താഴെ 5 × 7 35. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? -1/x സമം 20 - 21 എന്താ? -1. കാര്യം വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം, 21ൽ നിന്ന് 20 കുറച്ച് 1 ചിഹ്നം വലുതിന്റെ ബൈ 35. നമുക്ക് എന്ത് ചെയ്താൽ ഈ മൈനസും വെട്ടിക്കളയാം. അപ്പോൾ 1/x സമം 1/35 രണ്ടിടത്തും ഇങ്ങനെ കിടക്കുക. നമുക്ക് x ആക്കണമെങ്കിൽ ഒന്നുകിൽ സിമ്പിൾ ആയിട്ട് ചെയ്യണമെങ്കിൽ രണ്ട് സൈഡും തിരിച്ചിട്ടാൽ മതി. ടേക്കിംഗ് റെസിപ്രോക്കൽ ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും വിൽക്രമം എടുക്കുക, തിരിച്ചിടുക. അപ്പോൾ തിരിച്ചിടുമ്പോൾ എന്താവും? ഇത് തിരിയുമ്പോൾ എന്താവും? ഇത് 1/x തിരിയുമ്പോൾ x/1 അതായത് x, 35/1 തിരിയുമ്പോൾ 35/1 അതായത് 35. അങ്ങനെ ചിന്തിക്കുക. അത് അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തൊന്ന് ക്രോസ് ചെയ്താൽ ഇങ്ങനെ ക്രോസ് ചെയ്യാം. x × 1 എത്രയാ? x. 35 × 1 എത്രയാ? 35. x × 1 x സമം 35 × 35 x 35. ഇങ്ങനെയും കിട്ടും. എങ്ങനെയായാലും ആൻസർ 35 എന്ന് നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. സിമ്പിളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എന്താണ്? x + 22/222 സമം 2 എങ്കിൽ x എന്നാണ് ചോദ്യം. നമുക്ക് ഇവിടെ നിന്ന് ഇതിന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് 2 കൊണ്ടൊന്ന് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 11 2 22. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 1 1 111. 2 കൊണ്ട് ക്യാൻസൽ ചെയ്തു 11 2 22. ഇവിടെ 1 2 2 1 2 1 2. ഇനി x കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഈ 11/111 എക്സിനെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വെക്കും. നമ്മൾ എപ്പോഴും അതാ ചെയ്യുന്നത്, ഒരു സൈഡിൽ എക്സിനെ വെക്കും, ബാക്കി അപ്പുറത്ത് കൊണ്ടുപോകും. ഈ +11/111 അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യും? മൈനസ് ആവും. അവിടെ ഉള്ളതിനെ ആദ്യം എഴുതുക. ശ്രദ്ധിക്കണം, ഇതിനെ കൊണ്ടുപോയി മൈനസാക്കി എഴുതരുത്. ഇവിടെ ഉള്ളതിനെ ആദ്യം, നമ്മൾ ഒരുപാട് തെറ്റിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ പോയിട്ട് 11/111 -2 എന്ന് എഴുതുന്നത്. നമ്മൾ അങ്ങനെ എഴുതരുത്. നമ്മൾ ആദ്യം അവിടെ ഉള്ളതിനെ എഴുതി മൈനസ്, ഇതങ്ങ് അപ്പുറത്ത് മൈനസായി 11/111. ഇനി ഇത് ക്രോസ് ചെയ്യുക. താഴെ 1 കൊടുത്തിട്ട് ക്രോസ് ചെയ്യുക. അങ്ങനെ അല്ലാതെ ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും. എനിവേ താഴെ 1 കൊടുത്ത് നമ്മളിങ്ങനെ ഗുണിച്ചു. 111 × 2 അതായത് 222 മൈനസ് 1 × 11 11 ബൈ 1 × 111 111. കഴിഞ്ഞു. ഇനി നമുക്കിത് കുറയ്ക്കാം. 222 നിന്നും 11 കുറച്ചാൽ 211. അപ്പോൾ x സമം 211 ബൈ 111 എന്ന് കിട്ടും. 211 കുറയ്ക്കുമ്പോൾ 211. 211 നിന്നും 211/111 ഓപ്ഷൻ ഉണ്ടാകും. നോക്കുക, 211/111 രണ്ടാമത്തെ ഓപ്ഷൻ. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എളുപ്പമാണ് ചെയ്യാനായിട്ട്, ബുദ്ധിമുട്ടെന്നുള്ള ചോദ്യങ്ങളല്ല, സിമ്പിളാണ്. നമുക്കൊരു ഐഡിയ കിട്ടണം. പക്ഷേ എങ്ങനെയാണ് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒരു ഐഡിയ വരണം. അടുത്ത ചോദ്യം എന്താണ്? എക്സും വൈയും ഒറ്റ സംഖ്യ ആണെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതാകും ഇരട്ട സംഖ്യ എന്നാണ് ചോദ്യം. അപ്പോൾ എക്സും വൈയും, എക്സിനും വൈയും രണ്ട് സംഖ്യകളാണ്.
അത് അതെന്താണ്, അത് ഒറ്റ സംഖ്യകളാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്നവർ താഴെയുള്ളവർ ഏതായിരിക്കും ഇരട്ട സംഖ്യ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ല എങ്കിൽ നമ്മൾ രണ്ട് ഒറ്റ സംഖ്യയും എടുക്കുക. ഇതിപ്പോൾ പെട്ടെന്ന് എക്സും വൈ ഒക്കെ ചോദിച്ചാൽ എല്ലാവർക്കും കൊണ്ടും പറ്റണമെന്നില്ല. നമ്മൾ രണ്ട് നമ്പറും എടുക്കും, വെറുതെ രണ്ടും ഒറ്റ സംഖ്യ ആയിക്കണമെന്നേ ഉള്ളൂ. ഞാൻ എക്സ് എന്ന് പറയുന്നത് 5 എന്നും വൈ എന്ന് പറയുന്നത് ഒരു 3 എന്നും എടുക്കുകയാണ്. അല്ലെങ്കിൽ കുറച്ച് എളുപ്പമുള്ള നമ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. 3 പോട്ടെ, കുഴപ്പമില്ല, സാരമില്ല, എങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും വരാനില്ല. കാര്യം നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന സാധനം തന്നെയാണ്. സോ 5 എന്ന് എടുത്ത് ഞാൻ നോക്കാം. നമുക്ക് ഒന്നാമത്തെ സാധനം എക്സ് പ്ലസ് വൈ. നമുക്ക് ചെയ്യുമ്പോൾ ഈ ക്രിയ ചെയ്യുമ്പോൾ ഇരട്ട സംഖ്യ കിട്ടുമെന്നാണ് ചോദ്യം. നമുക്ക് എന്ത് ചെയ്യാം? എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 5 + 3 8. ഇരട്ട സംഖ്യ കിട്ടി. നമുക്ക് ഇരട്ട സംഖ്യ കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ആ രണ്ട് സംഖ്യകളുടെ എക്സും വൈ രണ്ട് സംഖ്യകളാണെങ്കിൽ എക്സ് പ്ലസ് വൈ, അപ്പോൾ 5 3 രണ്ട് സംഖ്യകളാണെങ്കിൽ 5 + 3 8. ഇരട്ട സംഖ്യ കിട്ടണം, കിട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കിയൊന്നും നോക്കേണ്ട കാര്യമില്ല, ബാക്കി നോക്കിയാലും കിട്ടില്ല. 5 × 3 അടുത്ത 5 × 3 പറയുന്നത് 15, ഒറ്റ സംഖ്യയാണ്. 5/3 കിട്ടില്ല. അപ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ള സംഖ്യകളൊന്നും ഇരട്ട സംഖ്യ കിട്ടില്ല. അപ്പോൾ രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക എപ്പോഴും ഇരട്ട സംഖ്യ ആയിരിക്കും. അതാണ് കോൺസെപ്റ്റ്. രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക എപ്പോഴും ഇരട്ട സംഖ്യ. 1 + 3 4, 11 + 9 20. എപ്പോഴും ഒറ്റ സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എക്സ് പ്ലസ് വൈ ആണ് ആൻസർ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ നമുക്ക് പറയാം. അടുത്ത പറയുന്നത് എന്താണ്? എക്സ് ഒരു ഒറ്റ സംഖ്യയാണ്. എക്സിന് താഴെയുള്ള എല്ലാ സംഖ്യകളും കൂട്ടിയപ്പോൾ 169 കിട്ടി. എക്സ് എന്ത്? ഇത് നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ തെറ്റിക്കുന്ന എല്ലാ ഓപ്ഷൻസും ആൻസറിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. നമുക്ക് അതുകൂടെ ഒന്ന് പറയാം. ഈ കിടക്കുന്ന 3 ഓപ്ഷൻസ്, ഈ 3 ഓപ്ഷൻസ് ഇതിനകത്ത് ആൻസർ ആയിട്ട് നമുക്ക് തോന്നും നമ്മൾ ചെയ്തു വരുമ്പോൾ. അത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യും. നമുക്കൊന്ന് നോക്കാം. എക്സ് ഒറ്റ സംഖ്യയാണ്. എക്സിന് താഴെയുള്ള എല്ലാ സംഖ്യകളും കൂട്ടിയപ്പോൾ 169 കിട്ടി. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താ? എക്സിന്റെ അല്ലെങ്കിൽ ഈ ഒറ്റ സംഖ്യകളുടെ തുക, എക്സ് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ഒറ്റ സംഖ്യകൾ കൂട്ടിയപ്പോൾ 169 കിട്ടി. അപ്പോൾ ഒറ്റ സംഖ്യകളുടെ തുകയാണ് 169 എന്ന് പറയുന്നത്. എക്സിന് താഴെയുള്ള എല്ലാ ഒറ്റ സംഖ്യകളും, അപ്പോൾ അത് 1 വരെ പോകും. അപ്പൊ എത്ര എടുത്താലും 1 വരെ പോകും. അപ്പോൾ 1 മുതലുള്ള ഒറ്റ സംഖ്യകളുടെ തുക 169. ഒറ്റ സംഖ്യകളുടെ തുക എന്താണ്? ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 169. അപ്പൊ ഈ ഒറ്റ സംഖ്യകളുടെ തുകയുടെ ഫോർമുല നമുക്കറിയാം. n² ആണ് ഒറ്റ സംഖ്യകളുടെ തുക. n² ആണ് ഒറ്റ സംഖ്യകളുടെ തുക. അപ്പൊ n² = 169 തന്നിട്ടുണ്ട്. അപ്പൊ n² = 169. n = √169, അതായത് 13. ഒന്നാമത്തെ തെറ്റ് നമുക്ക് വരാൻ പോവാണ്. അപ്പോൾ എന്താണ്? ഒറ്റ സംഖ്യകളുടെ തുകയാണ് 169. ഒറ്റ സംഖ്യയുടെ തുകയുടെ ഫോർമുല അറിയാം, n² എന്നാണ്. ആ n² 169 ആണ് എങ്കിൽ n = √169 13 ആണ്. അപ്പോൾ നമ്മൾ നോക്കും, ഫസ്റ്റ് ഓപ്ഷൻ 13 ആണ്. അപ്പോൾ 13 ആണെന്ന് കരുതി നമ്മൾ 13 ടിക്ക് ചെയ്യും. പക്ഷേ ഉള്ള പ്രശ്നം ഇതാണ്, n എന്ന് പറഞ്ഞാൽ എന്താ? സംഖ്യകളുടെ എണ്ണം. ഒറ്റ സംഖ്യകളുടെ എണ്ണമാണ് n. അപ്പോൾ ഒറ്റ സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 13. ഒറ്റ സംഖ്യകളുടെ എണ്ണം 13 എന്നാണ് പറയുന്നത്. അപ്പോൾ ഒറ്റ സംഖ്യകളുടെ എണ്ണം 13 ആണെങ്കിൽ സംഖ്യ, നമ്മളോട് ചോദ്യം എക്സ് ഒരു സംഖ്യയാണ്, എക്സ് ഒരു ഒറ്റ സംഖ്യയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ഒരു ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഏതാണ് പറഞ്ഞിരിക്കുന്നത്? n 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 13 ഒറ്റ സംഖ്യകളുടെ, 13 വരെയല്ല, 13 ഒറ്റ സംഖ്യകളുടെ തുകയാണ് 169 എന്നാണ് പറയുന്നത്. അപ്പോൾ 1 മുതൽ 13 ഒറ്റ സംഖ്യകൾ എന്തായിരിക്കും? 1, 3, 5, 7, 9, then 11, 13, 15, 17, 19, then അപ്പോൾ എത്രയായി? 10 ആയി. 19, then 21, 23, 25. 25 ആകുമ്പോൾ 13 ആയി. അപ്പോൾ 25 വരെ സംഖ്യകൾ, 1 മുതൽ 25 വരെയുള്ള 1, 3, 5, 7 എക്സെട്ര ഇങ്ങനെ 25 വരെയുള്ള സംഖ്യകളുടെ തുകയാണ് 169. അപ്പോഴാണ് 13 ഒറ്റ സംഖ്യകളാവുന്നത്. അതുവരെ ആകുമ്പോഴേ 13 ഒറ്റ സംഖ്യകളാവും. അത് കണ്ടുപിടിക്കാൻ എളുപ്പവഴി 13 2 കൊണ്ട് ഗുണിച്ചു കൊടുത്താൽ മതി. 26. 26 ഇരട്ട സംഖ്യ ആയതുകൊണ്ട് തൊട്ട് മുമ്പിലുള്ള സംഖ്യ 25. അതാണ് സംഖ്യ. അപ്പൊ അവസാനത്തെ സംഖ്യ എന്തായിരിക്കും? 25. അപ്പോൾ 1 മുതൽ 25 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് 169. കോൺസെപ്റ്റ് മനസ്സിലാക്കി എനിക്ക് അറിയില്ല, കാരണം ഇടയ്ക്ക് എന്തുണ്ട്? ഇരട്ട സംഖ്യകളുണ്ട്, 2, 4, 6 ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ n എന്ന് പറഞ്ഞാൽ സംഖ്യകളുടെ എണ്ണമാണ്. അപ്പോൾ എണ്ണം എന്ന് പറയുമ്പോൾ 1 മുതൽ 25 വരെ ആകുമ്പോൾ എണ്ണമായി. ഇനിയും പ്രശ്നമുണ്ട്. ആ 25, അപ്പൊ നമുക്ക് മനസ്സിലായി 25 വരെയുള്ള സംഖ്യകളാണ്. 25 വരെയുള്ള സംഖ്യകളുടെ തുകയാണ് 169. 25 ആൻസറിനകത്തുണ്ട്. പക്ഷെ ഒന്നുകൂടി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചാൽ പറയാം, എക്സിന് താഴെയുള്ള, എക്സ് ഒറ്റ സംഖ്യയാണ്, എക്സിന് താഴെയുള്ള എല്ലാ സംഖ്യകളുടെയും, എക്സിന് താഴെയുള്ളതാണ്. 25 ആണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ 25 താഴെയുള്ള സംഖ്യകൾ എന്ന് പറയുമ്പോൾ 23 വരെ വരുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, സംഖ്യ 27 ആയിരിക്കും. 27 താഴെയുള്ള എല്ലാ ഒറ്റ സംഖ്യകളെയും, അപ്പോൾ 25 വരെ വരും. അതാണ് ആൻസർ. സോ ആൻസർ 27 ആണ്. ഇപ്പോഴും ചിലപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് ക്ലിയർ ചെയ്ത് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ഇതൊരു പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യം ആണ്. നമുക്ക് ശ്രദ്ധിച്ച് തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ
ഇന്നത്തെ 10 ചോദ്യങ്ങൾ, എക്സ് കണ്ടുപിടിക്കുന്ന 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് എന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപക്ഷെ മാർക്ക് കുറഞ്ഞു പോയെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു പാറ്റേൺ പഠിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ വെച്ച് നമ്മുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ഇനിയൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ കിട്ടിയാൽ തീർച്ചയായിട്ടും ചെയ്ത് അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് പേര് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് ഇനി ഈ ഒരു പാറ്റേണിലെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ചെയ്യാൻ പറ്റുമെന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ മറ്റൊരു 10 ചോദ്യങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.